നാരായണ ഗുരുസ്വാമി വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഗുരു പറയുന്നത് ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ. ഗുണമെന്ന് പറയുന്നൊരു സാധനം സ്ഥായിയായി നിൽക്കണ്ടേ? ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ എന്ന് നാരായണ ഗുരു വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർമ്മ സിദ്ധാന്തത്തിന്, ഈ ചാതുർവർണ്ണ സിദ്ധാന്തത്തിന് അടിത്തറയില്ലെന്ന് ഗുരുസ്വാമികൾ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് വിശ്വാമിത്രൻ ഇത്രയും വലിയ തപസ് ചെയ്യേണ്ടി വന്നത്? വസിഷ്ഠന് ജന്മസിദ്ധമായിരുന്നു ബ്രാഹ്മണ്യം. പക്ഷേ വിശ്വാമിത്രൻ വലിയ തപസ് ചെയ്തിട്ടും വിശ്വാമിത്രന് ബ്രാഹ്മണ്യം നേടാനായില്ല. ആ കഥ തെളിയിക്കുന്നത് തന്നെ ഈ ബ്രാഹ്മണ്യ സിദ്ധാന്തം ഏറ്റവും കപടമാണെന്ന്. ഇനി സമകാലിക ലോകത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് കർമ്മബ്രാഹ്മണരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഒരു കർമ്മബ്രാഹ്മണൻ ശബരിമല മേൽശാന്തിയാകാത്തത്? ഒരു കർമ്മബ്രാഹ്മണൻ ഏതെങ്കിലും നമ്പൂതിരിയുടെ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. പുരോഗമനപരമായ രീതിയിൽ ഇഷ്ടപ്പെട്ട് ഈ വ്യവസ്ഥയെ ഉല്ലംഘിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ നടന്നേക്കും. അല്ല, സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ